ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹറക്കാത്ത് ഫാമിലി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാർജ മോസ്കിൽ ഇഫ്താറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. 4:30 ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ട്രാഫിക്കുള്ള ടൈമാണ്. എങ്കിലും ഏകദേശം ഞങ്ങൾക്ക് ഇവിടുന്ന് അടുത്താണ് ഷാർജ മോസ്ക്. അതുകൊണ്ട് തന്നെ എളുപ്പം എത്താമെന്ന് കരുതുന്നു. മാഷാ അല്ലാ, കാണുന്നതാണ് മോസ്ക്. പക്ഷെ പെട്ടെന്ന് അവിടെ എത്താൻ കഴിയില്ല. ഇവിടുത്തെ റോഡൊക്കെ ഇങ്ങനെ ചുറ്റി വളഞ്ഞിരിക്കുന്നത് കൊണ്ട് കുറച്ച് ടൈം പിടിക്കും അവിടെ എത്താൻ. ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. ഏകദേശം അവിടെ എത്താനായി. പിന്നെ പാർക്കിംഗ് എവിടെയാണെന്നറിയാതെ കുറച്ചൊക്കെ ഒന്ന് തിരിഞ്ഞതിന് ശേഷം ഗേറ്റ് നമ്പർ 1 അറിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോസ്കിൻ്റെ പുറത്ത് ഇങ്ങനെ ഗ്രാസിൽ ക്ലോക്ക് ഡിസൈൻ ചെയ്തത് കണ്ട് ഞങ്ങൾ ഇങ്ങനെ വണ്ടി സ്ലോ ആക്കി നോക്കുകയായിരുന്നു. നല്ല ഭംഗിയുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനി കാറ് പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഈ മോസ്കിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ ഇഫ്താറിൽ ഞങ്ങൾ ഈ മോസ്ക് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഷാർജ ഗ്രാൻഡ് മോസ്ക്. ഷാർജ ഗ്രാൻഡ് മോസ്ക് ശരിക്കും ഈ പള്ളി കാണാൻ അടിപൊളിയാണ്. ഈ ഒരു പകൽ വെളിച്ചത്തിൽ തന്നെ ഇവിടെയൊക്കെ നടന്ന് കാണാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇഫ്താർ ടൈം ആയതുകൊണ്ട് പിന്നെ അവിടെ വല്ലാതെ നിന്നില്ല. വേഗം പള്ളിയിലേക്ക് പോയി ഞങ്ങൾ. അവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. കുറേ ആളുകൾ ഇങ്ങനെ ലൈന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനോ ഹിബയും ലേഡീസ് സെക്ഷനിലേക്ക് പോയി. ഹാദി നൗഫൽക്കായും മെൻസിൻ്റെ സെക്ഷനിലേക്കും പോയി. പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് കൂടുതലും മലയാളി വളണ്ടിയേഴ്സാണ്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ഇഫ്താർ നടക്കുന്നത്. ലൈനിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടി. ഇനിയും ഇവിടെ ഫില്ലാവാനുണ്ട്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഒന്നും നിലത്തിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് അവിടെ കാണുന്ന ആ സ്ഥലത്ത് പ്രായമുള്ളവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം വേറെ സെപ്പറേറ്റ് ആയി അവരിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് ചെയർസ് അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ആയിഷാസ് കിച്ചണിലെ ആയിഷയും ഫാമിലിയും ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫുഡ് എന്ന് വെച്ചാൽ ചിക്കൻ അലീസയും പിന്നെ മട്ടൻ റൈസും പിന്നെ ഒരു ബോക്സിൽ ആപ്പിൾ വാട്ടർ ഡേറ്റ്സ് ലെബനും ഒക്കെ ആയിരുന്നു. സൺസെറ്റ് ടൈമിൽ ഈ ഒരു മോസ്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ നോക്കിയിരുന്നു പോകും. ഏകദേശം ബാങ്ക് വിളിക്കാനായിട്ടുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ നോമ്പ് തുറന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ നിന്നും ആയിഷാസ് കിച്ചണിലെ ആയിഷയെ കണ്ടപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. അവർ UAE-യിലാണെങ്കിലും ഇതുവരെ അവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മാഷാ അല്ലാ അവിടുന്ന് കണ്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ പോകാനൊരുങ്ങി. അപ്പോൾ മോസ്കിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണിത്. നല്ല ഭംഗിയുള്ളൊരു മോസ്കാണിത്. ഒരു പ്രത്യേക ആംബിയൻസാണ്. അങ്ങനെ അതിനുള്ളിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ വിസിറ്റ് ചെയ്തു. എല്ലാ ഭാഗങ്ങളിലേക്കും ലേഡീസിനൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നൗഫൽക്ക കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് കാണിച്ചു തന്നു. ദിവസവും 5000-ഓളം ആളുകൾ ഇവിടെ ഇഫ്താറിന് പങ്കെടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. അബുദാബിയിലെ ഗ്രാൻഡ് മോസ്ക് വിസിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ UAE-യിലെ മോസ്കാണ് ഇത് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത്. പള്ളിയുടെ അകത്തെ കാഴ്ചകളാണിതൊക്കെ. നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോവുകയാണ്. എല്ലാവരുടെ കൂടെയും ഇങ്ങനെ ഇരുന്ന് ഇഫ്താർ കൂടുമ്പോഴുള്ള ഒരു എനർജി ഒന്ന് വേറെ തന്നെയാണ്. UAE-യിലുള്ളവരൊക്കെ ഇതൊന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. വീട്ടിലെ ഇഫ്താറിൽ നിന്നും ഒരു വ്യത്യസ്ത വൈബ് തന്നെയാണ് ഇങ്ങനെ പള്ളികളിൽ വന്ന് ഇഫ്താർ കൂടുമ്പോൾ കിട്ടുന്നത്. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ തിരിച്ചു പോകാനൊരുങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലെ ഒരുപാട് റമദാനുകളിൽ ഇങ്ങനെ കൂടാൻ നമുക്കെല്ലാവർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഇഫ്താർ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.